ഹൈദറുടെ ഭീഷണി കേട്ടപ്പോ ഭയത്തെക്കാളേറെ വാശിയാണ് എനിക്ക് തോന്നിയത്. എന്ത് വന്നാലും സാക്ഷി പറയണമെന്ന് ഞാൻ ഉറപ്പിച്ചു. പോലീസിനെ അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നരസിംഹ മന്നാടിയാരെ ഞാൻ വിവരം അറിയിച്ചത്. പോലീസിന് സത്യമല്ല, ഹൈദറാണ് വലുത്. അതുകൊണ്ടാണല്ലോ എന്നെ വിലയ്ക്ക് വാങ്ങാൻ ഹൈദർ തന്നെ വന്നത്. ഹോം മിനിസ്റ്റർക്കും ഐ ജിക്കും എന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന്. പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ മന്നാടിയാരോട്. അതുകൊണ്ടാണൊന്ന് കാണണമെന്നും പറഞ്ഞ് മന്നാടിയാർക്ക് ഞാൻ ഫോൺ ചെയ്തു. ഹൈദറുടെ കുത്തേറ്റ് വീരസിംഹം പിടയുന്നത് ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡും വേണ്ട ഹൈദറെ എനിക്ക് തിരിച്ചറിയാൻ. കോർട്ടിൽ ഷമ്മാശൻ ഐ വിറ്റ്നസ് ആകുമ്പോൾ അതിന് വിലയുണ്ട്. പക്ഷെ ആ സത്യം പറയുന്നത് വരെയെങ്കിലും എനിക്ക് ജീവിച്ചിരിക്കണം. ഹൈദർക്കെതിരെ അറസ്റ്റ് വാറണ്ടായി. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. ഹൈദർ മുങ്ങി. ഇന്ത്യ ഒട്ടുക്ക് ഹൈദർക്ക് വേണ്ടി പോലീസ് വലവീശി. അയാളെക്കുറിച്ച് വിവരം കൊടുക്കുന്നവർക്ക് 2 ലക്ഷം രൂപ വരെ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും അയാൾ കുടുങ്ങിയില്ല. അവസാനം മന്നാടിയാർ തന്നെ വേണ്ടി വന്നു ഹൈദറെ തേടി പിടിക്കാൻ. ഹൈദറുടെ താവളമൊക്കെ നിനക്ക് പരിചയമില്ലേ? അറിയാം, പക്ഷേ അവിടെ ഒന്നും ഹൈദർ ഉണ്ടായിരിക്കാൻ വഴിയില്ല. ഇനി അവൻ വിദേശത്തേക്കോ മറ്റോ കടന്നിട്ടുണ്ടാവോ? ഏയ്, പോലീസിനെ ഭയന്ന് ഇന്ത്യ വിടുന്നവനല്ല ഹൈദർ. ആ, ഒരു സ്ഥലമുണ്ട്. MLA കുട്ടിനായർ ഹൈദറിന് അടുത്ത സുഹൃത്താണ്. കുറച്ചു കാലം മുമ്പ് കുലശേഖരത്തിനടുത്തൊരു എസ്റ്റേറ്റ് ഹൈദർ അയാൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നിനക്ക് ആ സ്ഥലം അറിയോ? ആ, അറിയാം. ആ നാസറെ, എല്ലായിടത്തും ഒരു കണ്ണു വേണം. ഇക്കാ തനിച്ചേ ഉള്ളൂ, അറിയാലോ. ഞങ്ങൾ നാളെ രാവിലെ വരും. ശരി. സൂക്ഷിച്ചോണേ. നമ്മുടെ ഈ സ്ഥലം ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസ് എത്തുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം.
സംശയിക്കണ്ട, ഹൈദരമരക്കാര് തന്നെ. ഇന്ത്യ ഒട്ടുക്ക് നിങ്ങൾ വില വീശിയിട്ടും ഇവൻ വീണില്ല. ഈ സാറന്മാരും അവരുടെ കീഴിലുള്ള 1.5 ലക്ഷത്തോളം പോലീസുകാരും നാടാകെ ഉഴുതു മറിച്ചു. പോരാഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുന്നവന് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ കിട്ടിയില്ല. എങ്ങനെ കിട്ടുക? ഹൈദരയുടെ ശമ്പളം വാങ്ങിക്കുന്നവർ തന്നെ ഹൈദര അന്വേഷിച്ചാൽ അവരെങ്ങനെ കിട്ടുക? അതുകൊണ്ടല്ലേ നിങ്ങളുടെയൊക്കെ മൂക്കിന്റെ തുമ്പത്ത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ സംരക്ഷണയിൽ തന്നെ ഇവൻ ഇത്രയും കാലം കഴിഞ്ഞത്. ഇവനെ, ഈ റാസ്കലിനെ ആരാ പോലീസിന്റെ പണി ഏൽപ്പിച്ചത്? നിന്റെ തന്ത. മനുഷ്യര് കയറിയിരിക്കുന്നിടത്ത് കയറിയിരുന്ന് 4 കാലും വാലുമുള്ള ജന്തുവിന്റെ സ്വഭാവം കാണിക്കുന്നവനല്ലേ നീ? തോന്നിയാസം പറയുന്നോ? ഞാൻ ആരാണെന്നറിയാം നിനക്ക്? അറിയാം. ജനങ്ങളുടെ വിവരക്കേടുകൊണ്ടൊരു MLA. 15 വർഷം മുമ്പ് എന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്ന എന്റെ ഡ്രൈവർ. അതിനു മുമ്പ് ആ കുടുംബത്തിലെ അരിവെപ്പുകാരന്റെ സഹായി ചേക്കുട്ടി. അതിനു മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയാനാവാത്ത ഒരു ബാസ്റ്റഡ്. അല്ലാണ്ട് എന്താ നീ? കൊണ്ടുപോയിക്കോളൂ. പ്രഖ്യാപിച്ച തുക ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ചെലവാക്കുക. പിടികിട്ടാ പുള്ളിയെ പോലീസ് സംഘം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പത്രങ്ങൾക്കൊരു വാർത്തയും കൊടുത്തേക്കുക. മന്നാടിയാർക്ക് ക്രെഡിറ്റ് വേണ്ട. നരസിംഹം, നരസിംഹം, ഹാഫ് മാൻ ഹാഫ് ലയൺ. എനിക്കൊത്ത എതിരാളി. പക്ഷെ എന്ത് ചെയ്യാം, അംഗം കുറിച്ചപ്പോ ഒരു സിംഹം അകത്ത്. എന്നും ഞാൻ അകത്തായിരിക്കുമെന്ന് നീ കരുതണ്ട. ആയുസിനു വേണ്ടി ഉറച്ചു പ്രാർത്ഥിച്ചു. ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും കൊടുത്ത അപ്പീലുകളും ഹൈദർ പ്രസിഡന്റിന് നൽകിയ ദയാഹർജിയും തള്ളിക്കെട്ടാൻ നീണ്ട 3 വർഷമെടുത്തു. ഇതിനിടയ്ക്ക് എന്റെ പേര് SI സെലക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നറിയാമായിരുന്ന മാരാർ സാറ് എന്റെ സ്വയരക്ഷ കൂടി കണക്കിലെടുത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ എന്നെ ഉപദേശിച്ചു. മനുഷ്യ സേവനം കഴിഞ്ഞിട്ടാകാം ഈശ്വര സേവനമെന്ന് ഞാനും വിചാരിച്ചു. നേരും നിറിവുള്ളവർക്ക് ഈ തൊഴിൽ ചേരില്ല എന്ന് ഹേമാൻ ഇപ്പൊ തോന്നുന്നുണ്ട? ഉപരാഷ്ട്രപതി മരിച്ച ദുഃഖമൊക്കെ തീർന്നു. മറ്റന്നാൾ രാവിലെ ഹൈദരുടെ ശിക്ഷ നടപ്പാക്കാൻ ഓർഡറായിട്ടുണ്ട്. ശിക്ഷ നടപ്പാക്കിയാൽ അന്ന് ഞാൻ എന്റെ യൂണിഫോം ഊരിവെക്കും. 1 വർഷം കൂടി സർവീസിൽ ബാക്കിയുണ്ട്. എന്നാലും വേണ്ട, എനിക്ക് മതിയായി. ഒരാഗ്രഹമേ ബാക്കിയുള്ളൂ. മോന്റെ ചിതാപുഷ്പം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കാശിയിലോ രാമേശ്വരത്തോ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യണം. മുതലാളി എവിടെ? കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്. മുതലാളി വെക്കടോ പിടി. കമോൺ മുതലാളി, ഷൂട്ട് മീ. ഷൂട്ട് ചെയ്യാൻ മുതലാളി. എന്താ ഇതിലെടുക്ക്. എനിക്കൊന്നുമില്ല. എല്ലാരും ഫോൺ ചെയ്ത് വിവരം അറിയിക്കുക.
വെടിയേറ്റുന്നോ? ഹൈദർ വെടിക്കാർക്കോ? അതെ സാർ, പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ ഇക്ക ഡ്യൂട്ടി ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്തപ്പോ 10 മിനിറ്റ് നേരത്തെ ഒരു മൈനർ ഓപ്പറേഷൻ മതി എന്നാ പറഞ്ഞത്. ഒന്നും പേടിക്കണ്ട. എവറിത്തിങ് റെഡി? യെസ് ഡോക്ടർ. അനസ്തേഷ്യ കൊടുക്കൂ. യെസ് ഡോക്ടർ. ഡോക്ടർ, എന്നെ എന്താ ചെയ്യാൻ പോകുന്നേ? പേടിക്കാനൊന്നുമില്ല. വെരി മൈനർ ഓപ്പറേഷൻ. ബുള്ളറ്റ് മാറ്റിയാൽ മതി. ഒരാഴ്ചക്കുള്ളിൽ മുറിവ് ഉണങ്ങുകയും ചെയ്യും. നോ നോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവരോടെല്ലാം പുറത്തു പോകാൻ പറയുക. All of you please wait in the dressing room. Okay, doctor. എന്താ? എനിക്കൊരു മേജർ ഓപ്പറേഷൻ വേണം. എന്റെ കാല് മുറിച്ചു കളയണം. വാട്ട്? കാല് മുറിച്ചു കളയാൻ? എന്തായി പറയുന്നത്? മുറിച്ചു കളയാൻ എത്ര വേണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ മതി. പെട്ടെന്നൊരു തുക പറയാം. കിട്ടണില്ലെങ്കിൽ പിന്നെ ഓർത്ത് പറഞ്ഞാൽ മതി. ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ മനസ്സിലാക്കാൻ മന്നാടിയാർക്ക് സിക്സ്ത് സെൻസ് ഒന്നും വേണ്ട, കോമൺ സെൻസ് മതി. അവൻ ഇതുവരെ കളിച്ചതും കളിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ മാരാർ സാറിന് മനസ്സിലാകാത്തത് നിങ്ങളുടെ ശുദ്ധഗതി കൊണ്ടാ. ഞാനൊരു ശുദ്ധഗതിക്കാരനാണ്. പക്ഷേ നാട്ടിലെ നിയമത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. 30 വർഷത്തെ എന്റെ സർവീസിനിടയിൽ നിയമം വിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യുകയുമില്ല. മന്നാടിയാരുടെ വാക്കിന് നേരുന്നറിയുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു സത്യം ചെയ്തു തന്നുപോയി. ഇനി ഞാൻ അതങ്ങോട്ട് മറക്കും. എന്നിട്ട് വേണം നിനക്ക് ഹൈദരെ കൊല്ലാൻ. കൊന്നോളൂ, ആർക്കും ആരെ വേണമെങ്കിലും കൊല്ലാം. മന്നാടിയാർമാർ ധീരന്മാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആശുപത്രിയിൽ കാല് മുറിച്ചു കിടക്കുന്നവനെ കൊന്നിട്ട് വേണോ മന്നാടിയാർക്ക് പ്രതികാരം തീർക്കാൻ? സ്വന്തം രക്തത്തിലുണ്ടായ മോനെ നടു റോട്ടിലിട്ട് വെട്ടിക്കീറി കൊന്നവനോട് ഒരു അച്ഛൻ ഇത്രയും ദയ കാണിക്കാൻ പാടില്ല. ദേ എനിക്കല്ല, നിയമത്തിനാണ്. കാല് മുറിച്ചുകൊണ്ടൊന്നും ഹൈദരെ നിയമം വെറുതെ വിടാൻ പോണില്ല. ഇനി അവൻ എന്ത് ചെയ്യും? അടുത്ത കാലം മുറിക്കൂ, അതോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായി മുറിച്ചു മാറ്റുവോ? എങ്ങനെയായാലും അവന്റെ അവശേഷിക്കുന്ന ശരീരത്തിൽ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ അവന്റെ ശിക്ഷ നടപ്പാക്കും. അതിനധിക കാലമൊന്നും വേണ്ട, കുറച്ച് ദിവസങ്ങൾ മതി. അതുവരെ നീ എനിക്ക് വേണ്ടി ക്ഷമിക്കണം. നമസ്കാരം മുതലാളി. നമസ്കാരം മുതലാളി. മുതലാളി എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ വിളിപ്പിച്ചേ? സുപ്രീം കോർട്ടിലേക്ക് ഒരു ഹർജി അയക്കണം. ഹർജിയോ? നമ്മുടെ അപ്പീൽ സുപ്രീം കോർട്ടും പ്രസിഡന്റും തള്ളിയതല്ലേ? തനിക്ക് ഒരു വിവരവുമില്ല. അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി. ഈ വർഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് തനിക്കറിയോ? ഇല്ല. വികലാംഗ വർഷം. വികലാംഗ വർഷത്തിൽ ഒരു വികലാംഗനെ തൂക്കിക്കൊല്ലാമോ? ഇതൊരു നല്ല ലോ പോയിന്റ് ആണല്ലോ മുതലാളി. ജയിൽ ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ട് എന്റെ കാലിൽ വെടിയേറ്റതും മുറിക്കേണ്ടി വന്നത്. ഇതെല്ലാം കൂട്ടിച്ചേർത്തൊരു പുതിയ ഹർജി സുപ്രീം കോർട്ടിൽ കൊടുക്കാൻ ഡൽഹിയിലുള്ള നമ്മുടെ മുഴുത്ത വക്കീലിനോട് പറ. പൊയ്ക്കോ. ഇതിന്റെ വിധി എന്തായിരിക്കുമെന്ന് എനിക്കിപ്പോഴേ ഉറപ്പുണ്ട്.
തുറന്നു നോക്കൂ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ദാ നോക്ക്, ഹൈദരുടെ വധശിക്ഷ ജീവപര്യന്താക്കി കുറച്ചുവെന്ന്. ജീവപര്യന്തം തടവെന്നൊക്കെ പറഞ്ഞാല് സ്വന്തം വീട്ടിൽ കഴിയുന്ന പോലെയാ ഹൈദർക്ക്. കൈ നിറയെ പണവും റാൻമുളാം മന്ത്രിമാരും ഉണ്ടെങ്കിൽ എന്താ ജയിലിൽ നടക്കാത്തെ? അവനെ ശിക്ഷിച്ചത് നിയമം, രക്ഷിച്ചത് നിയമം. ആ നിയമത്തിന്റെ മുമ്പില് നിങ്ങളുടെ കാക്കിക്കുപ്പായത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അവനെ തൂക്കിക്കൊല്ലാൻ നിയമത്തിന് ഭയാണ്, മരിക്കാൻ അവനും. പക്ഷേ ഇത് രണ്ടിനോടും ഈ മന്നാടിയാർക്ക് ഭയമില്ല. ഭദ്ര, വണ്ടി ഇറക്ക്. ഒരു നിമിഷം. ഇന്ന് മീനമാസം 7-ാം തീയതി. 5 വർഷം മുൻപ് ഇതേ ദിവസമാണ് അങ്ങയുടെ ഭാര്യയായി ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. അങ്ങ് ഹൈദരെ കൊല്ലും, എനിക്ക് ഉറപ്പുണ്ട്. കാമാക്ഷിപുരത്തെ ജനങ്ങൾക്ക് അവരുടെ വീരനായ മന്നാടിയാരെ കുറിച്ച് പറയാൻ പുതിയൊരു സംഭവം കൂടി കിട്ടും. പക്ഷെ എനിക്ക് നഷ്ടപ്പെടുന്നത് അങ്ങ് തന്നെ ദാനം തന്ന ഈ ജീവിതമാണ്. നീ പൂവും പ്രസാദമായിട്ട് കാത്തു നിൽക്കുന്ന കണ്ടപ്പോ എനിക്ക് മംഗളം നേരാനാണെന്ന് ഞാൻ കരുതി. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അനിയൻ മറ്റുള്ളവർക്കൊക്കെ വെറും വീരസിംഹൻ മാത്രമായിരിക്കാം. എനിക്ക് അങ്ങനെയല്ല. അവൻ എന്റെ എല്ലാമായിരുന്നു. അവനെയാണ് ഹൈദർ നടുറോട്ടിലിട്ട് വെട്ടിമുറുക്കി കൊന്നത്. മറന്നും പുറത്തുമൊക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശ്യനോ ഒന്നും അല്ല. മന്നാടിയാർ ക്ഷത്രിയനാണ്, ക്ഷത്രിയൻ. ഹൈദരെ ജയിലിലേക്ക് കൊണ്ടുപോകണല്ലോ, ഇനി എന്ത് ചെയ്യും? അവനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. എങ്ങനെ? വഴിയുണ്ടാവും. മുതലാളിയെ പരോളിൽ വിടുന്ന കാര്യം ഇന്നലെ ഞാൻ ഹോം മിനിസ്റ്ററോട് സംസാരിച്ചു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോരെയെന്ന മിനിസ്റ്ററുടെ അഭിപ്രായം. മനസ്സിലായില്ല. കോടതിയാണ് ഹൈദർ മുതലാളിയുടെ ശിക്ഷ ഇളവ് ചെയ്തത് എങ്കിലും അതിന്റെ പിന്നിൽ ചില കള്ളക്കളികളൊക്കെ ഇല്ലേ എന്ന് ചിലരൊക്കെ മുറിവുറുക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു പരോളിന്റെ ആവശ്യം ഇപ്പൊ ഉണ്ടോ? ഉണ്ട്. ഇവിടെ നിന്നിറങ്ങിയിട്ട് വേണം എനിക്ക് ചിലരോട് ചില കണക്കുകൾ തീർക്കാൻ. കാമാക്ഷിപുരത്തെ നാടുവാഴിയോട്, പിന്നെ DAGയും ഷമ്മാശനും. ആ കണക്ക് തീർക്കാനാണെങ്കിൽ മുതലാളി ജയിലിൽ തന്നെ കഴിയുന്നു നല്ലത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആരും മുതലാളിയെ സംശയിക്കില്ലല്ലോ. മുതലാളിക്ക് ആവശ്യമുള്ളപ്പോ ജയിലിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ സൗകര്യം ചെയ്തു തരാം. എന്താ പോരെ? ഇക്ക, ഒരു കാര്യം പറയാൻ മറന്നുപോയി. DIG മാരാര് ജോലി രാജിവെച്ചു. മോന്റെ ചിതാഭസ്മമായിട്ട് കാശിക്ക് പോവാത്രേ.